ഹലോ ഹായ്. അപ്പോൾ ശരിക്കും വീഡിയോ എടുക്കേണ്ടത് നമ്മൾ സാധാരണ ദിവസം രാവിലെ എണീറ്റ് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും വീഡിയോ എടുക്കേണ്ടത്. പക്ഷേ ഒരു ഐഡിയയും ഇല്ലാത്തൊരു യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഞങ്ങളൊരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നതാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഐഡിയ വന്നു, നമുക്കിതിൻ്റെ അടുത്ത് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോയാലോ എന്നൊരു ആലോചന വന്നപ്പോൾ വിചാരിച്ചെന്താ പിന്നെ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴയുണ്ട്, ചെറിയ മഴയുണ്ട്, ചെറിയ വെയിലുമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് 2 വീലറിലാണ് ഇറങ്ങിയത്, കാറിലും അല്ല. അപ്പോൾ അത്യാവശ്യം നനയേണ്ടിയും വരും. എന്നാലും സാരമില്ല, ഇപ്പം മഴ പെയ്തിട്ട് കുറച്ച് തോന്നിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന വിതിരയിലാണ്. ഇവിടെ ഒരു ഷോപ്പിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് വരേണ്ടി വന്നിട്ട് അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പൊന്മുടിക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പൊന്മുടി വേണ്ട, അത്രയും നമ്മൾ കല്ലാറ് ഇവിടെ മീൻമുട്ടിയല്ലേ, മീൻമുട്ടിയുടെ ആ ഒരു ലൊക്കേഷൻ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. സ്കൂട്ടറായിട്ട് വലിയ കുഴപ്പവും ചെയ്യില്ല, നനയണം എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇൻട്രോ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ നമ്മളിതേ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് റെഡിയായി പോകാനായിട്ട്. ഇവിടെ വേറൊരാൾ മുടിയൊക്കെ കെട്ടി റെഡി ആവണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മീൻമുട്ടി ആ ലൊക്കേഷനൊക്കെ ഞങ്ങൾ പോകുന്നത്. പിന്നെ കാറിന് എനിക്ക് കുറച്ചുകൂടി പേടിയാണ് സത്യം. പിന്നെ സ്കൂട്ടർ പിന്നെ സേഫാണ്, വണ്ടിയോട് ആ ഒരു ഏരിയ മീൻസ് നമ്മൾ ഹെയർ പിന്നൊക്കെ ഇല്ലേ, അപ്പോൾ വേറെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴത്തേനും വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതെനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ സ്കൂട്ടറാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കിടങ്ങി പോകാമല്ലോ. അതുകൊണ്ട് തന്നെ സ്കൂട്ടർ എടുത്തപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. മോൻ വീട്ടിലാണ്, ഞങ്ങളുടെ കൂടെ ഇറങ്ങിയത്. അവൻ അറിഞ്ഞിട്ടില്ല, അവൻ അറിഞ്ഞാൽ ചിലപ്പം പ്രശ്നം ഉണ്ടാക്കും. എന്നാലും സാരില്ല, നമ്മൾ വിചാരിച്ച് എന്തായാലും ഒന്ന് പോയി നോക്കാം. പറ്റണ ദൂരം, കുറച്ച് ദൂരം. പിന്നെ അവന് 2 ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് ഒതുക്കുക എന്നുള്ളതുകൊണ്ട് വിഷയമല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. മഴ ഇനി അങ്ങോട്ട് മഴയുണ്ടോയെന്ന് അറിയില്ല, എന്നാലും സാരമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും മഴ കുറഞ്ഞ് നിൽക്കുന്നുണ്ട്, ചെറിയൊരു വെയിലിൻ്റെ ഒരു ഇതുണ്ട്, വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും സാരമില്ല, പോയി നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, കാരണം എപ്പോഴാണ് മലവെള്ളം ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും സാരമില്ല, നോക്കാം. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. മറിഞ്ഞടിച്ച് വീഴരുത്, വീഡിയോ എടുക്കുക. മാറിപ്പോവോ? ചെറുക്കൻ വരാൻ പറ്റും, സ്കൂട്ടറാണ്. നിങ്ങളെങ്ങനെ സ്പീഡിൽ പോയാ സ്ഥലം പോലും ഉള്ളതുകൊണ്ട് ചെളിയൊക്കെ കിടക്കണം. കൊണ്ടിപ്പോയ എൻ്റെ വീടേക്കാൾ പട്ടണത്തിൽ നിന്ന് ആദ്യ ചേച്ചി മരത്തിൻ്റെയൊക്കെ മാള് നോക്കിക്കും. ഇതില്ലേ വിളിച്ചോണ്ട് വരാം. വെള്ളത്തിനെ നിർത്തിയില്ല, കൈ വയ്ക്കണം. എൻ്റെ സ്കൂട്ടർ ഇതാ എൻ്റെ
എൻ്റെ പുതിയ സ്കൂട്ടറാണ്. വഴിയിലെങ്ങാനും ആവോ എന്തോ, ഏതോ കാട്ടിനകത്ത് കാട്ടിപ്പോ ആഗ്രഹമുണ്ടെന്ന് പോലെ ഇത്ര വേണ്ടായിരുന്നു. വേഗം എന്ന് പറഞ്ഞാൽ അയ്യോ പോടി പട്ടി. ഈശോയെ, അവൻ കാറിനകത്തുണ്ട്, കുഴപ്പമില്ല, നമ്മള് വെളിയിലാണ്. അതിനകത്ത് കൊണ്ട് 2 എണ്ണം. സത്യം. സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാട്ടിനകത്തൊക്കെ കൊണ്ടുപോകണം. ഈശ്വര, നമുക്ക് തിരിച്ചു പോയാൽ. ഈശോയെ, കാട്ടിനകത്താണ് ആദ്യം മഴ കിടന്നിട്ട് ഇപ്പൊ മഴയൊക്കെ പെയ്യും. ഇങ്ങോട്ട് പോലും എടുത്തിട്ടില്ല. പാട്ടിട്ട അമ്മേ, ഇതിനൊരറ്റം ഇല്ലേ? സത്യം. അമ്മയെ പിടിച്ച് എനിക്ക് ഞാൻ തളർന്നു. നീ പോ, ഞാൻ തളർന്നു. ഞാൻ കേറാൻ ഞാൻ നടക്കൂല. അങ്ങനെ ഞങ്ങൾ അതിമനോഹരമായ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. നല്ല വഴിയായിരുന്നേ, സ്കൂട്ടർ കൂടായിട്ട് നല്ലോണം പെട്ടു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് മീൻമുട്ടിയൊന്നുമല്ല, ആനപ്പാറയല്ലേ, ആനപ്പാറ എന്തോ ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ റിലേറ്റീവ്, എൻ്റെ പുള്ളിക്കാരൻ, പിന്നെ കുറേ പട്ടികളൊക്കെ ഉണ്ട്, അതിനെ ഇവിടെ നീന്തിക്കാൻ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. അപ്പം നല്ല സ്ഥലമാണ് കാണാം. അപ്പം നമ്മൾ ചെന്നാൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും ഒരാൾ കൊണ്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ വരേണ്ടതായിരുന്നു. ഇറങ്ങിയപ്പം ഇവരെ കണ്ടപ്പോൾ പിന്നെ കുറേ നേരം അവരുടെ അടുത്ത് സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ സമയം പോയി. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും വീണ്ടും അവരെ കണ്ടു. അവർ ഇങ്ങോട്ട് വരുന്ന സമയമായിരുന്നു. അപ്പോൾ പിന്നെ ചെന്നാൽ പിന്നെ ഇന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പം നമ്മളതേ കണ്ടോ, അവർ ദേ നിൽക്കുന്നുണ്ട്. ആ പട്ടിയും കൊണ്ട് നീന്തിക്കാൻ ഇറങ്ങിയതാണ്. റോഡ് വീലർ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് അധികം അടുക്കാൻ നിൽക്കണില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഈ സ്ഥലം, പക്ഷേ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ നമ്മൾ ഇവിടെ ഇത്രയും സ്ഥലങ്ങളുണ്ട്, നമുക്ക് അത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മളിനി ഓരോ സ്ഥലമായിട്ട് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ഇത് നിൻ്റെ നാട്. അപ്പോൾ എന്തായാലും ബാക്കി കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയല്ലേ? അപ്പം ഞങ്ങളതേ താഴോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ്. വെള്ളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിൽക്കുന്നൊക്കെ ഇതാണതേ, കണ്ടോ, ആ പട്ടി റോഡ് വീലറിനെ അവിടെ വെള്ളത്തിൽ അവർ നീന്തിക്കാനായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ വീഡിയോ എടുക്കുന്നതും ഇറങ്ങുന്നതും കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം പിടിച്ചിറങ്ങാനുള്ള സ്ഥലമില്ല. ഇപ്പം ഈ ഇടയായിട്ട് വെള്ളച്ചാട്ടം, ഈ വെള്ളത്തിലിറങ്ങി ഈ വക പരിപാടികളായത് കാരണം അപ്പം ഞങ്ങൾ ദേ താഴോട്ട് ഇറങ്ങി. ഇല്ലേ, നോക്കൂ, അടിപൊളിയല്ലേ? റീൽസ് എടുക്കാൻ വേണ്ടി അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ. ആദ്യം നീ മതി. അത് നിന്റെ കയ്യിലിരിപ്പോലിരിക്കും. ഇറങ്ങ കയ്യും കാലും പിടിച്ച ഞാൻ നോക്കൂല. ഇനി സത്യമായിട്ട് ഞാൻ നോക്കൂലേ. അമ്മ എന്നെ പിടി. ഞാൻ ഇറങ്ങിപ്പോണ്. പെങ്കൊച്ചെ പിടി വെച്ചേ. വെള്ളം കണ്ട പരിസരബോധം ഇല്ല. പിടിക്കുമെന്ന് LKG-ലൊന്നും ഇല്ലല്ലേ പഠിക്കണത്. പിടിക്കുവോ? ഞാൻ ഇപ്പഴത്തെ റൈഡ് ഞാൻ അങ്ങോട്ടെങ്ങോട്ടൊക്കെ പോച്ചു. എന്നാ പിടിച്ചോ.
എന്നെ പിടിക്കണ്ട, വേണ്ട വേണ്ട. അടിപൊളി സ്ഥലം. പാമ്പാണോ? ഞങ്ങളെ വെള്ളത്തിൽ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ അതേ ലവന്മാർ അവിടെ നിന്ന് നീന്തുവാണ്. കടികൊള്ളാൻ വയ്യാത്തത് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് കുറച്ചൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി വെള്ളം, നല്ല തണുത്ത വെള്ളം, ആഴം കുറവാണ്, വളരെ കുറച്ച് ഇതേ ഉള്ളൂ. നമ്മളീ നിൽക്കുന്ന ഈ ഒരു സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷെ ഒഴുക്കുണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. മലവെള്ളമൊക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെ. പക്ഷെ ഇപ്പം നമുക്ക് ഈ ഒരു ഇത്രയും ലോങ് ഡിസ്റ്റൻസ് കാണുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. കാരണം നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഇറങ്ങുന്നില്ല, ജസ്റ്റ് ഇവിടെ മാത്രം നിൽക്കുന്നുള്ളൂ. അന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് കരുതി നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുകയുള്ളൂ. ഇതാണ് ആ ലോങ് വ്യൂ. ഞാൻ പതുക്കെ നിൽക്കുള്ളൂ. പുതിയ ആളെ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ രണ്ടുപേരുണ്ടായാലും ഒരാളെ അകത്ത് കയറ്റി. ഇപ്പം മൂന്നാമത്തവന് ഇത്തിരി കൂടി മറ്റവരെ അപേക്ഷിച്ച് ഇത്തിരി കൂടി പ്രായം ഉള്ള ആളാണെന്ന് തോന്നുന്നു. അവനെ ഇറക്കിയിട്ടുണ്ട്. മക്കളെ ഇങ്ങോട്ട് നോക്കല്ലേ ചക്കരെ. ഇരിക്കുന്ന അതോ കല്ലി ഇപ്പോൾ ഏകദേശം ഇരുട്ടിയൊക്കെ വന്നു. മഴയൊക്കെ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ നനയും. ഇപ്പം തന്നെ മണി പക്ഷേ ഉച്ചയായിട്ടേ ഉള്ളൂ കേട്ടോ, 1:30 ആയിട്ടുള്ളൂ ഇപ്പോൾ സമയം. പക്ഷേ നല്ല ഇരുട്ടി വരുന്നുണ്ട്. സാധാരണ ഇങ്ങോട്ടൊക്കെയാണ് മഴ ആദ്യം പെയ്യാന്ന് പറയുന്നത്. അതാണ് സംഭവം. അവന് കൂടെ ഇങ്ങോട്ടൊരു നോട്ടമുണ്ട് നമ്മളിവിടെ നിൽക്കണേ. പിന്നെ ബോൾ ഇട്ട് കൊടുക്കണോണ്ട് അതിലേക്ക് പോണതാണ്. അയ്യോ, ഇനി ആ ബോൾ തന്നില്ല. ആ ബോളിനെയൊക്കെ കടിച്ച് ചപ്പിച്ച്. പക്ഷെ അത് ഇതാവത്തില്ല, റബ്ബറല്ല. അപ്പം ഞങ്ങൾ വെള്ളത്തിൽ നിന്നൊക്കെ തിരിച്ച് കയറി. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. അത് കാരണം കുറച്ച് നേരമൊക്കെ കളിച്ചു, 2-3 വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളങ്ങ് കയറി. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകണം. കാരണം ഇനി മഴയൊക്കെ പെയ്താലും പാടായിരിക്കും. എന്തായാലും അടിപൊളി സ്ഥലമായിരുന്നു. ഇനി പറ്റുമെങ്കിൽ വരാം. ഇപ്പോൾ ഇവിടെ വേറെയും ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഇവിടെ നമ്മൾ മാത്രമാണ്. ഇപ്പോൾ വേറെയും കുറേ ആൾക്കാർ 2-3 വണ്ടികൾ വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്ന് ബൈക്കിലും ഒക്കെയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും ഇവിടേക്ക്. ഇപ്പോൾ ഇത് കാടാണ്, അതിനകത്ത് അങ്ങോട്ടൊക്കെ നടന്നൊക്കെ പോയി. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ തിരിക്കാൻ പോകണം. അവരും പട്ടിയൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞിട്ട് കയറി. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇത് കയറുമ്പോൾ സൈഡിൽ 2-3 നല്ല സ്ഥലം കണ്ടായിരുന്നു. അവിടെ 2 ഫോട്ടോ ഇങ്ങോട്ട് എടുക്കണമെന്ന് ഐഡിയ. നടക്കുമെങ്കിൽ എടുക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ പതിയെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിക്കട്ടെ. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇതിനെ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടൊരു കടയുണ്ട്. നമ്മൾ സ്ഥിരം ഇവിടെ വരുമ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ തോന്നുമ്പോൾ നമ്മൾ അലുവ വാങ്ങുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന അലുവയാണ്. നല്ല ടേസ്റ്റുള്ള നല്ല പഞ്ഞി പോലത്തെ അലുവയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ കുറേ നാളായി ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അത് കാരണം നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് അലുവ മേടിക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് അലുവ മേടിച്ചിട്ട് ഇനിയിപ്പോൾ പോവാണ്. മേടിച്ചിട്ട് ഇവിടെ നിന്ന് പോകണം. മഴയ്ക്കുള്ള ലക്ഷണമാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വീടണം. നമുക്ക് പോവാം.
ശരിയാ ശരിയാണ് ശരിയാണ്. കുറച്ചുകൂടെ വെക്ക്. നമ്മളിത് ഇങ്ങനെ വന്നപ്പോൾ ഒരു സാധനം റോഡിൽ നിൽക്കണ ഞാൻ എന്നെ കണ്ട് ഞാൻ തിരിച്ചു പോകണം. സാറ്റ് ആ സാറ്റ് വിളിച്ചു. ഇങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ സന്ധ്യയായി. ശരിക്കും രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്ത് പോയിട്ട് തിരിച്ച് വരണം എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്. പോയി അവിടെ എത്തിയപ്പോഴത്തേനും പ്ലാൻ കംപ്ലീറ്റ് മാറി. അവിടെ നിന്ന് പിന്നെ എന്താ പറയുക, അവിടെ ചെന്ന് നമ്മുടെ അറിയാവുന്നവരെയൊക്കെ കണ്ട് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് സമയം കുറേ പോയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മറ്റേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയപ്പോഴത്തേനും അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് എന്താ പറയുക, പിന്നെ ഈ പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ മാങ്ങ, റംബൂട്ടാൻ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ മാമ്പഴമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടുകോണം മാങ്ങ അത്യാവശ്യം കൊള്ളായിരുന്നു, നല്ല മാമ്പഴമായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചെടുത്ത് ഇങ്ങ് വരുന്ന വഴിക്കാണ് ശരിക്കും പറഞ്ഞാൽ പാമ്പിനെ കണ്ടത്. ചേരയായിരുന്നു. പക്ഷേ ഒരു സെക്കൻഡ് അത് റോഡ് ക്രോസ് ചെയ്യാൻ കണ്ട നിന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ സംഭവം കണ്ടതും അത് അങ്ങോട്ടേക്ക് തിരിച്ചങ്ങ് പോയി. അപ്പോൾ ജസ്റ്റ് എന്നാലും എന്തോ ഭാഗ്യത്തിന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കയറി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും സന്ധ്യയായി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തീർന്നു കിട്ടി. എന്താ പറയുക, ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയണം ഇനി അടുത്തൊരു ലീവ് കിട്ടാൻ. പക്ഷേ ഇന്നത്തെ ദിവസം പെട്ടെന്ന് പോകും. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് സത്യം പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ആ ഭാഗത്ത്, എനിക്ക് വെള്ളത്തിൻ്റെ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു സ്ഥലത്തേക്ക്, അത് ഒട്ടും ഐഡിയ ഇല്ലാതെ നമ്മൾ പോയതാണ്. നമ്മൾ വിചാരിച്ച പൊന്മുടി കല്ലാറിൻ്റെ ആ ഒരു ഭാഗം പോവാം, അല്ലെങ്കിൽ മീൻമുട്ടി ആ ഒരു ലൊക്കേഷൻ അറിയില്ല. പൊന്മുടി നമ്മൾ പോയിട്ടുണ്ട്, മീൻമുട്ടി പോയിട്ടില്ല. അപ്പോൾ അവിടെ ഒന്ന് നോക്കാം എന്നുള്ള ഐഡിയയിൽ പോയപ്പോഴാണ് പെട്ടെന്ന് പ്ലാൻ മാറിയത്. വഴിക്ക് വെച്ച് ഇപ്പം നമ്മൾ അവരെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു സ്ഥലം നല്ലൊരു സ്ഥലമാണ്, വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും പോയി നോക്കാമെന്ന് കരുതിയിൽ പോയി. പക്ഷെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പെട്ടെന്ന് ഒരുപാട് പേരൊന്നും അങ്ങനെ, പക്ഷെ വളഞ്ഞമല്ലോ കുറച്ച് വണ്ടികളൊക്കെ നമ്മൾ തിരിച്ചിറങ്ങിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി പേർക്കൊന്നും അത് അറിയത്തില്ല എന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ അതിങ്ങനത്തെ ഭംഗിയായിട്ട് കിടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പക്ഷെ എന്നാലും നല്ലൊരു സ്ഥലമായിരുന്നു. കുറച്ച് നേരം കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ മഴയുടെ ഒരു ഇതൊക്കെ ആയത് കാരണം നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വരെ എത്തണം. അപ്പം തന്നെ ഉച്ചയായി. രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ച് നേരമൊക്കെ നമുക്ക് നിൽക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയും അവിടെ പോകണം എന്നുണ്ട്, നോക്കട്ടെ. ഇത് അലുവയാണ്, നമ്മളവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥലമായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം പെട്ടെന്ന് പോയി എന്നുള്ളൊരു സങ്കടം. പക്ഷെ എന്നാലും നല്ലൊരു ദിവസമായിരുന്നു. അവിടെ ഏറ്റവും സന്തോഷം ആ സ്ഥലത്ത് പോകാൻ പറ്റുന്നത്, ആ വെള്ളത്തിൽ കുറച്ച് നേരം ഇറങ്ങാനും നിൽക്കാനൊക്കെ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.